ഇതെന്താ ഒരു സ്പ്രേന്റെ മണം അതിനകത്ത്? അത് സ്പ്രേന്റെ മണയല്ല, വേർപ്പിന്റെ മണ. അതാണ് മണത്തോക്ക്. റജി ചേട്ടാ നിക്ക്. എന്തെന്നാണ് എനിക്കെന്താണ് എന്നെ സംശയ? ഇത് നോക്ക്, ഇത് സ്പ്രേ തന്നെയാ മണക്കുന്നേ. നിങ്ങൾ പണിക്ക് പോകുമ്പോ എല്ലാം ഇപ്പൊ വേർപ്പാണല്ലോ മണക്കുന്നേ. ഇതെങ്ങനെയാ സ്പ്രേ മണക്കുന്നേ? നിങ്ങളെ ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു. ഏത് നേരം നോക്കുമ്പോൾ പെണ്ണുങ്ങൾ ഫോണ് വിളിക്കുന്നു, പെണ്ണുങ്ങൾ സംസാരിക്കുന്നു. എനിക്ക് നിങ്ങളുടെ ജീവിക്കാനാവില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നു. എനിക്ക് സമാധാനത്തോടെ ജീവിക്കാനാ. നിങ്ങൾ പെൺകോന്തരാന്ന് ഞാൻ അറിയല്ലായിരുന്നു. അതെടാ, എനിക്ക് അതിനെ മാത്രല്ല, നാട്ടിൽ ഒരുപാടായുള്ള പെണ്ണുങ്ങളായിട്ട് എനിക്ക് ബന്ധമുണ്ട്. എനിക്ക് എന്റെ കൂടെ സൗകര്യത്തിൽ ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിക്കും, ഇല്ല ഇനി പോട്. അതെ, അതെനിക്ക് നല്ലപോലെ അറിയാലോ. അതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ പോവാൻ വേണ്ടി തീരുമാനിച്ചത്. പോകുന്നെല്ലാം കൊള്ളാം, പോയാ പിന്നെ അബ്ബായി പോയി കാണാം. തിരിഞ്ഞ് ഇങ്ങോട്ട് വരരുത്. രാവിലെ മുതൽ മോന്തി വരെ പണിയെടുത്തിട്ട് ബാക്കിയുള്ളവൻ ഇവിടെ തികയുന്നില്ല. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്ന എങ്ങനെയാ വാക്കുകൾ അറിഞ്ഞൂടാ. അന്നേരം ഉള്ളൊരു സംശയം. എന്നെ പോലെയുള്ള ആൾക്കാരാ നല്ലപോലെ നടക്കുന്ന മനുഷ്യന്മാരെ മനസ്സിലേക്ക് വേണ്ടാത്ത ഓരോന്ന് കയറ്റി വെക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അത് പിന്നെ എനിക്ക് അങ്ങനെ സംശയം തോന്നിയിട്ടുണ്ടെങ്കിലേ അതിന് ഉത്തരവാദി നിങ്ങൾ തന്നെയാ. ഞാൻ കാണാനുണ്ടല്ലോ ഫോൺ വിളി, രാത്രി എന്നില്ല പകലെന്നില്ല. എത്ര ആൾക്കാരെയാ വിളിക്കുന്നേ? ഞാൻ കേൾക്കുമ്പോ ഫോൺ കട്ടാക്കി കളയുന്നു. അതിന് എന്തെല്ലാം പരിപാടി? പിന്നെ സംശയം തോന്നിയത് എന്റെ കുറ്റാ? ഞാൻ ഈ പാത്തും പതിക്കും ഫോൺ വിളിക്കുന്നത് കേട്ടിട്ട് എനിക്ക് എന്നാ സംശയം തോന്നിയേ? എന്റെ പൊന്ന് ജിത്തു, എനിക്ക് എന്റെ തലയിൽ ഏറ്റാൻ പറ്റാത്ത അത്ര പ്രശ്നം ഞാൻ തലയിൽ ഏറ്റിക്കൊണ്ടാണ് നടക്കുന്നത്. ഇനി അറിയാം, ഇഷ്ടംപോലെ ആൾക്കാർ പണികളിലിരുന്ന് വിളിച്ച് തെറി പറയുന്നുണ്ട് എന്നെ, പണിക്ക് പോവാത്ത എന്റെ പേരിൽ. അതുപോലെ ഞാൻ കൊടുക്കാനുള്ള പൈസ കൊടുക്കാനുള്ള ആൾക്കാർ എന്നെ വിളിച്ചുകൊടുക്കുന്നത്. അതൊന്നും നിങ്ങളെ കൂടി കേട്ടിട്ട് നിങ്ങൾക്കത് വിഷമാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളത് കേൾക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് ഫോൺ വിളിക്കുന്നത്. എന്റെ മനസ്സിൽ ഇഞ്ഞു എന്റെ മോനും മാത്രമേ ഉള്ളൂ. അതൊന്നും ആദ്യം മനസ്സിലാക്കി എന്നാ. രജി ചേട്ടാ, അങ്ങനെ എന്തേലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എന്നോടും കൂടി പറയണ്ടേ? നിങ്ങൾക്ക് എന്ത് പ്രശ്നവും എന്ത് സന്തോഷം ഉണ്ടെങ്കിലും സന്തോഷം മാത്രം പറഞ്ഞാൽ പോരാ. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ സന്തോഷത്തിലും ഞങ്ങൾ കൂടെ വേണം. എന്നാലല്ലേ ഒരു കുടുംബം മുന്നോട്ട് പോകുള്ളൂ. ഇനി എന്ത് സങ്കടം ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും ഞങ്ങളെ അറിയിക്കണം. എന്നോട് ക്ഷമിക്കും രജി ചേട്ടാ, അറിയാണ്ട് പറ്റിയ തെറ്റ്.